അവരൊരു ഫോൺ പോലും ചെയ്യാറില്ലെന്നാണ് സതീമ പറയുന്നത്. ദിവസവും വിളിക്കും. ഹരി ഇങ്ങോട്ടോ പ്രിയ അങ്ങോട്ടോ വിളിക്കും. അതിനൊരു കൃത്യസമയം വെച്ചിട്ടുണ്ട്. ഈ ഫാക്ടറിയിലൊക്കെ 9 മണിക്ക് സൈറൻ അടിക്കുന്ന പോലെ 9 മണിയാകുമ്പോ ഫോൺ ചെയ്യും. ടേപ്പ് ചെയ്ത് വെച്ചതുപോലെ സംസാരിക്കും. അത്രേ ഉള്ളൂ. അത് മതിയോ? നമ്മളും ഈ പ്രായമൊക്കെ കഴിഞ്ഞു വന്നവരല്ലേ. എന്താണ് അവർക്കിടയിലെ പ്രശ്നമെന്ന് സതീമ പറയുന്നേ? ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. വ്യക്തമായൊരു മറുപടി അതിന് പറയാനില്ല. അത് തന്നെയാ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ നാളും പൊരുത്തമൊന്നും നോക്കിയിട്ടല്ലേ കല്യാണം നടത്തിയത്? ഗ്രഹനിലയും ജാതകവും എല്ലാം നോക്കിയതാ. കുഴപ്പമില്ലെന്ന് ജ്യോത്സ്യം വാക്കും പറഞ്ഞതാ. മറ്റാരെ കൊണ്ടെങ്കിലും ഒന്നുകൂടി നോക്കിച്ചാലെന്ന് വിചാരിക്കുക. ഇനി ജാതകം നോക്കിയിട്ട് എന്താ പ്രയോജനം? ദോഷമുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുമോ? ഇതെങ്ങനെ തുടർന്നാൽ എങ്ങനെയാ സതിയമ്മേ? അത് തന്നെയാ എന്റെയും ചോദ്യം. പിള്ളേര് ചെറുപ്പം, ജീവിതം ഒരുപാട് ബാക്കി കിടക്കുന്നു. ഞാൻ മരുമോളുടെ സൈഡ് പറയല്ല. മരുമോൾ എന്നൊരു വേർതിരിവിൽ ഞാൻ സുപ്രിയെ കണ്ടിട്ടില്ല. ഒരു പെൺകുട്ടിയില്ലാത്ത സങ്കടം ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാ. ഹരി കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണ് സ്വന്തം മോളായിരിക്കുമെന്ന് പണ്ടേ ഉറപ്പിച്ചിരുന്നതുമാണ്. എന്നാലേ നല്ല കുട്ടിയെ സുപ്രിയ, മനസ്സലിവുള്ളവളാ. നാട്ടിൻപുറത്തിന്റെ സമ്പ്രദായങ്ങൾ അത്ര വശവില്ലെന്നേ ഉള്ളൂ. മാറേണ്ടത് ഹരിപ്രസാദാ. പക്വതയേറെയുള്ളവനാണെന്നല്ലേ എല്ലാവരും പറയുന്നത്. ഭാര്യ അങ്ങോട്ട് വിളിച്ചെങ്കിലേ അയാൾക്ക് അവളെ വിളിക്കാൻ പാടുള്ളൂന്നുണ്ടോ? ഇടയ്ക്കിടെ വിളിക്കട്ടെ, കൊച്ചു വർത്താനം പറയട്ടെ. ഉള്ളിന്റെ ഉള്ളില് ആ കുട്ടി അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് സംസാരിപ്പിക്കാം. നിങ്ങൾ എന്ത് സംസാരിക്കാനാ? അല്ലെങ്കിൽ എത്ര നേരം സംസാരിക്കാനാ? ഹരിപ്രസാദിനോട് സംസാരിക്കാൻ പറ്റിയ ഒരാളുണ്ട്. അച്യുതേട്ടനാണോ? അങ്ങേരൊന്നും അല്ല, നന്ദന. അമ്പരന്ന് നോക്കണ്ട. അതിനേറ്റവും യോജിച്ചത് അവളാ. അതിനുള്ള ബാധ്യത അവൾക്കുണ്ട്. കൂടുതൽ ഞാൻ പറയണ്ടല്ലോ. നന്ദനയുടെ നമ്പറുണ്ടല്ലോ കയ്യില്. സൗകര്യം പോലെ അവളെ വിളിച്ച് വിവരം പറയുകയാണേ. എന്നാലും സതിയമ്മേ, നന്ദനോട് എങ്ങനെയാ ഞാൻ ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയങ്ങ് വിചാരിക്കേ. അല്ല പിന്നെ ആ സജി, ഉദയൻ എന്നെ വിളിച്ചിരുന്നോ? മിസ്ഡ് കോൾ കണ്ടു. ഇന്നലെ രാത്രി വിളിച്ചതാണ്. സോറി, ഞാൻ ഇപ്പോഴാ കണ്ടേ. ഇന്നലെ കളക്ടറേറ്റിന് മുമ്പിൽ നിൽപ്പ് സമരമല്ലായിരുന്നു? അതിന്റെ പിന്നാലെ പോയി. ഡ്യൂട്ടി ലേറ്റ് നൈറ്റ് വരെ പോയി. വെറുതെ വിളിച്ചെന്നേ ഉള്ളോ? വെറുതെ അല്ല, ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫോണിൽ പറയാവുന്നതാണോ? അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാം. ഏയ്, ഇപ്പൊ വേണ്ട സജി, ഞാൻ കുറച്ച് എഴുത്തിന്റെ തിരക്കിലാ. നാടകത്തിന്റെ പണിപ്പുരയിലാണല്ലേ? എങ്കിൽ നടക്കട്ടെ ഉദയ, ഫ്രീ ആവുമ്പോ വിളിക്കാം. ആ ഉദയ, എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കാര്യമാണോ? അല്ലല്ല, എന്നാലും വളരെ പ്രധാനപ്പെട്ട കാര്യാ. ഞാൻ വിളിക്കാം സജി. ഓക്കെ, എഴുത്തിന്റെ ശ്രദ്ധ കളയണ്ട എന്തായാലും. ശരി ശരി, ഓക്കെ.
നന്ദനെ നന്ദനെ ഛെ, എവിടെയാ? നന്ദന ആ ദാ വരുന്നു. വിളിച്ച വിളി കേട്ടൂടെ? എന്തായിരുന്നു? ഇവിടെ ഒരു സാധനം വെച്ചോടത്ത് കാണില്ല. എന്റെ റൈറ്റിംഗ് പാടും പേപ്പറും പേനൊന്നും കാണാനില്ല. ഇവിടെ ഇരുന്ന് എഴുതുകയായിരുന്നല്ലോ. ആ പേനയും പേപ്പറിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. കയ്യിലിരുന്ന പേപ്പർ എവിടെ പോവാനാ? ഇടയ്ക്ക് ആ സജിയുടെ ഒരു കോൾ വന്നിരുന്നു. അത് അറ്റൻഡ് ചെയ്ത് വന്ന് നോക്കുമ്പോ വെച്ചോടത്ത് സാധനം കാണുന്നില്ല. താൻ ഇതിനിടയ്ക്ക് ഇങ്ങോട്ട് വന്നിരുന്നോ? ഞാൻ മുകളിൽ തുണി അയൺ ചെയ്യായിരുന്നു. എങ്കിൽ കാർത്തിക എടുത്ത് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. അയാളൊന്ന് വിളിച്ചേ, അല്ലെ ഞാൻ വിളിക്കാം. കാർത്തിയേച്ചി ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്ക. എന്ത് ചോദിച്ചാലും ഓരോ മുട്ടാ തർക്കങ്ങള്. ഛേ, നല്ല മൂഡിൽ എഴുതി വന്നതാ, മുഴുവൻ സ്പോയിൽ ചെയ്തു. ഞാൻ ഒന്നുകൂടെ നോക്കിയേക്കാം. അത് അവിടെയൊന്നും ഇല്ല. ഓ, അപ്പൊ ഞാൻ നോക്കിയതിന്റെ കുഴപ്പം കൊണ്ടായിരിക്കും കാണാതിരുന്നത്. അതായിരിക്കും തന്റെ വക വീണ്ടും ഒരു പരിശോധന നടത്തിയത്. ഇങ്ങനെ ടെൻഷൻ ആയാലും എങ്ങനെയാ? സാവകാശം ഓർത്ത് നോക്കി എവിടെ വെച്ചതെന്ന്. ഓർത്തു നോക്കാൻ എനിക്കെന്താ മറവി ബാധിച്ചോ? ഞാൻ ഇവിടെ ഇരുന്നാ എഴുതിയത്. ഇവിടെ ആ പാഡും പേനയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഫോൺ എടുക്കാൻ പോയത്. തിരിച്ചു വന്നപ്പോൾ പേനയും കാണാനില്ല, പേപ്പറും കാണാനില്ല. ആരോട് ചോദിക്കണം? ഈ ഭാഗത്തോട്ട് വരാത്ത ഞാൻ എന്തു പറയാനാ? ഒന്നും പറയണ്ട. ഞാൻ തന്നെ വിളിച്ചിട്ടുമില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. താൻ തന്നെ ജോലി എന്താ വെച്ചാൽ നോക്കിയോ? അത് ഞാൻ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? ഡൈനിങ് ചെയറിലിരിക്കായിരുന്നു. ഞാൻ ഈ ചെയറിൽ വെച്ചേക്കാം. അതെ, ഞാൻ തന്നെ വച്ചതായിരിക്കും. സോറി.
ഞാൻ വിളിക്കുമ്പോ ഉദയൻ ഹാപ്പി മൂഡിലായിരുന്നല്ലോ. പിന്നെന്താ പെട്ടെന്ന് ദേഷ്യം വരാൻ? എഴുത്തിന്റെ ഒരു രസത്തിലായിരുന്നു തോന്നുന്നു. അത് തടസ്സപ്പെട്ടുകൊണ്ടായിരിക്കാം ചൂടായത്. നാടകം എഴുതാനിരിക്കുന്നത് ഇതാദ്യമല്ല. ആ സമയത്ത് കൂടുതൽ സൈലന്റ് ആവുകയാ പതിവ്. ഇത് പക്ഷേ ഞാൻ വല്ലാതെ പേടിച്ചു പോയെന്നുള്ളതാ സത്യം. റൈറ്റിംഗ് പാഡും പേപ്പറും സ്വയം മറന്നു വെച്ചതാണെന്ന് മനസ്സിലായപ്പോ ഉദയേട്ടൻ സോറി പറഞ്ഞില്ലേ? മിസ്റ്റേക്ക് പുള്ളിക്കാരന് ബോധ്യപ്പെട്ടു. ഈയൊരു സംഭവം മാത്രമല്ല ഡോക്ടർ, അടുത്ത സമയത്ത് സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് ബിസിനസ്സിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് ഞാൻ നോട്ട് ചെയ്തിരുന്നു. എല്ലാത്തിലും ഇൻവോൾവ്ഡ് ആയി. പുതിയ അപ്പോയിന്റ്മെന്റുകൾ നടത്താൻ ഇന്റർവ്യൂ വരെ നിശ്ചയിച്ചത് സ്വയമാ. ഇപ്പോ ആ താല്പര്യം കുറഞ്ഞു. 2-3 ദിവസമായി നാടകത്തിന്റെ പിന്നാലെയാ. ഉദയേട്ടന്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസ്? ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്. ഇല്ല ഡോക്ടർ, ഇവിടെ ഞാൻ എന്തിനു കള്ളം പറയണം? ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ടാ ഈ മാറ്റം കാണുമ്പോ എനിക്ക് ടെൻഷൻ. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ ചിലപ്പോൾ ഉദയനെ ഹോണ്ട് ചെയ്യാറുണ്ട്. അമ്മയുടെ മരണം അയാളുടെ മനസ്സിൽ ഒരു മായാത്ത മുറിപ്പാടായി അവശേഷിക്കുന്നുമുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഉദയേട്ടന് മറവി കൂടുന്നതായി നന്ദനിക്ക് സംശയമുണ്ടോ? അതിന്റെ ലക്ഷണങ്ങളാണോ ഈ കാണിക്കുന്നത്? സംടൈംസ്. എനിക്ക് നിങ്ങൾ രണ്ടും കൂടി ഓരോ നിഗമനം നടത്തി അയാളെ പിടിച്ച് രോഗിയാക്കല്ലേ. സാധാരണ ഇത് ഞങ്ങൾ പോലീസുകാരുടെ പരിപാടിയാ. എന്ത് കണ്ടാലും സംശയിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഉദയൻ ഒരു കലാകാരനാണ്. മൂഡുകൾ മാറി മാറി വരും. ചിലപ്പോ ആബ്സെന്റ് മൈൻഡ് ആയെന്നിരിക്കും. അതിനാവശ്യമില്ലാത്ത വ്യാഖ്യാനം നടത്തരുത്. ഉദയേട്ടന് മറവി രോഗമുണ്ടെന്ന് സ്ഥാപിച്ചതല്ല. എല്ലാ മനുഷ്യർക്കും ചെറിയ തോതിൽ ഓർമ്മക്കുറവുണ്ട്. ക്യാപ്പ് എടുക്കാൻ മറന്നിട്ട് ഇവിടുന്ന് ഓഫീസിൽ പോയിട്ടില്ലേ? ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്യാൻ മറന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ അനുഭവമുണ്ട്. അത്തരം ഓർമ്മപ്പിശകുകൾ സാധാരണമാണ്. അതിന്റെ ആവർത്തനങ്ങൾ വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രധാന കാര്യങ്ങൾ മറക്കുന്ന സംഭവങ്ങൾക്ക് ഇടവേള കുറയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എന്തു പറഞ്ഞാലും ഉദയൻ ഈ പറയുന്ന പ്രോബ്ലംസ് ഒന്നുമില്ല. അയാൾ ആ നാടകം ഒന്ന് എഴുതി തീർത്തോട്ടെ. നന്ദന, ഇയാൾ ഇങ്ങനെ പലതും പറയും. അതൊന്നും കേട്ട് താൻ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഡോക്ടർ സന്ധ്യയെ കാണാൻ തനിച്ചു പോയതെന്താണ്? ഡോക്ടറെ കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. ഓഫീസിലേക്ക് പോയ വഴിക്ക് സമയം കിട്ടിയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. കള്ളം പറയാൻ നന്ദനയ്ക്ക് തീരെ വശമില്ല. കുടുംബ സുഹൃത്തുക്കളെ കാണാനാ, അല്ലാതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനല്ല ഞാൻ പോയത്. അത് മനസ്സിലായി. അവിടെ നിങ്ങൾ സംസാരിച്ച വിഷയം എന്താണെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്റെ ഊഹം തെറ്റിയില്ലല്ലോ? അത്രമാത്രം വിഷമം ഉണ്ടായി എനിക്ക്. ഞാൻ വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നുണ്ടോ? വേണമെന്ന് വെച്ചിട്ടല്ല ഞാൻ ഇന്നലെ നന്ദനയോട് ഷൗട്ട് ചെയ്ത്. കുറേ നിമിഷത്തേക്ക് ഞാൻ എൻ്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞു ചെയ്തു. അപ്പൊ തന്നെ ഞാൻ തന്നോട് സോറിയും പറഞ്ഞില്ലേ? ഷൗട്ട് ചെയ്തതിലല്ല എനിക്ക് വിഷമം. സ്വയം കൺട്രോൾ വിട്ടു എന്ന് പറഞ്ഞില്ലേ, അതാ ടെൻഷനായത്. പിന്നെ സോറി പറഞ്ഞതും വിഷമമായി. ആ സമയത്ത് ഞാൻ വല്ലാതെ വയലന്റ് ആയിരുന്നു. അങ്ങനെയല്ല,
എന്നാലും കണ്ണൊക്കെ ചുമന്ന് എനിക്കറിഞ്ഞൂടാ. ഞാനൊരു കാര്യം ചോദിച്ചാ തുറന്നു പറയോ? എന്നെ എന്തെങ്കിലും അസുഖം പിന്തുടരുന്നതായി നന്ദനയ്ക്ക് തോന്നുന്നുണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പിന്നെന്താ പറ്റിയത്? അറിയില്ല. നമുക്കൊരു യാത്ര പോയാലോ? മൂകാംബിക, കുടജാത്രി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം. കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ആലോചിക്കാം. ജോലിയിൽ കയറിയിട്ട് ഇത്രയും ദിവസമായല്ലോ. നിങ്ങൾ ശരിക്കും പരിചയപ്പെട്ടോ? വന്ന ദിവസം തന്നെ എന്റെ നമ്പറും അഡ്രസ്സും എല്ലാം മനീഷേട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആഹാ. ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ അത് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും. ടൂറിസ്റ്റ് ഹോമിന്റെ ഫ്രണ്ട് ഓഫീസിലുള്ള ഹൈറ്റ് കൂടിയ ചേട്ടന്റെ പേരെന്താ മനീഷേ? ഞാൻ വിട്ടുപോയി. അയാളുടെ പേര് അറിയില്ലേ ചേച്ചി? ഫോൺ നമ്പരോ? അറിഞ്ഞൂടാ. അതെന്താ? ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളല്ലേ? അതോ സ്ത്രീ ജോലിക്കാരുടെ ഡീറ്റെയിൽസ് മാത്രമേ മനീഷ് അറിഞ്ഞു വെക്കുള്ളൂന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. അയ്യേ, ലക്ഷ്മി പ്രിയൻ ഞാനും ഒരേ ദിവസം ഒരുമിച്ചല്ലേ ജോയിൻ ചെയ്തത്. അതിൻ്റെ ഒരു ഇൻറ്റിമസി കൊണ്ട് നമ്പരും അഡ്രസ്സൊക്കെ ഒന്ന് ചോദിച്ചു. അല്ലാതെ ചേച്ചേ അങ്ങനെ എന്തെങ്കിലും വീക്കൻസ് ഉണ്ടെന്ന് ലക്ഷ്മി പ്രിയക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിലേ അത് കുട്ടിയുടെ തെറ്റിദ്ധാരണയായിരിക്കും. ഒരു സഹോദരിയുടെ സ്ഥാനത്താ ഞാൻ ഇയാളെ കാണുന്നത്. തമ്മിൽ കുറച്ചൊക്കെ അടുപ്പം വേണമെന്നാ എന്റെ അഭിപ്രായം. എങ്ങനെ? ചേച്ചി എന്താ ഉദ്ദേശിച്ചത്? സഹപ്രവർത്തകർ തമ്മിൽ നല്ല രീതിയിലുള്ള സൗഹൃദം വേണം. അത് സ്ഥാപനത്തിന് ഗുണമായിരിക്കും. സത്യം പറയാലോ, ഈ പറഞ്ഞതാണ് എന്റെയും പോളിസി. ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, നല്ല സൗഹൃദം. അത് പക്ഷേ ലേഡി സ്റ്റാഫിനോട് മാത്രം പോരാ. ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കുകയാണോ? അതിനുള്ള അവസരം മനീഷ് ഉണ്ടാക്കാതിരുന്നാ മതി. എനിക്കതേ പറയാനുള്ളൂ. പഴയ മനീഷല്ലേ നിൽക്കുന്നത്, പുതിയൊരാളാ. ഇനി എല്ലാരും ഞാനൊന്ന് ഞെട്ടിക്കും. നേരെ ചൊവ്വേ അല്ലെങ്കിൽ മനീഷ് സ്വയം ഞെട്ടും. ലക്ഷ്മിപ്രിയോട് കൂടിയാ പറയുന്നേ. എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല ചേച്ചി. മനീഷിന് ജോലി തന്നത് ഉദയേട്ടനാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? അതെന്റെയും കൂടെ ആഗ്രഹമായിരുന്നു എന്നാണ് വാസ്തവം. ചേച്ചിയുടെ ആഗ്രഹോ? മനസ്സിലായില്ല. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ ജോലി തരാമെന്നും പറഞ്ഞ് നിങ്ങളും ഭർത്താവും കൂടി എന്നെ പറ്റിച്ചിട്ടല്ലേ ഉള്ളൂ. പറ്റിച്ചതല്ല. ഇയാൾക്ക് ജോലി തരണമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നന്ദന കേക്കോ? ഉദയേട്ടൻ കേക്കോ? ഇല്ല. ഇപ്പോഴോ ഞങ്ങൾ ആഗ്രഹിച്ചതെന്തോ അത് നടന്നു. മനീഷ് കുന്നത്തൂരെ സ്റ്റാഫായി. ഉള്ളത് പറയാലോ, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനും യതിയേട്ടനുമാ. വിവരം അറിഞ്ഞപ്പോ യതിയേട്ടൻ പറഞ്ഞതെന്താണെന്നോ? അങ്ങനെ നമ്മുടെ മനീഷ് കളത്തിനകത്തായല്ലോ എന്ന്. ആരാ? നമ്മുടെ മനീഷ്.